എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന തൊമരയുണ്ടല്ലോ, ആ തൊമരയുടെ ചെടിയാണിത്. ഇതാണ് അതിലുണ്ടാകുന്ന കായ, തൊമരയ്ക്ക. ഇത് നമുക്ക് പച്ചയ്ക്ക് തന്നെ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് മാത്രം ഇട്ടും കറി വെക്കാൻ പറ്റും. വഴുതനങ്ങ, ഉരുളൻകിഴങ്ങ് എല്ലാം കൂടിയിട്ട് ഗ്രീൻ പീസ് ഇടുന്നത് പോലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് പകരമായിട്ട് ഈ തൊമരപ്പയർ ഇടാൻ പറ്റും. നമുക്കിതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. ഇത്രയും തൊമരപ്പയർ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രീൻ പീസിൻ്റെ തൊലി കളയുന്നത് പോലെ തന്നെ തൊലി കളഞ്ഞ് പയർമണി മാത്രമായിട്ട് എടുക്കാം. അതിനായിട്ട് തൊലി പൊളിക്കുമ്പം നമുക്ക് കിട്ടുന്ന തൊമരപ്പയർ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രീൻ പീസിൻ്റെ ഉപയോഗത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. തൊമരയാണല്ലോ. ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ പയർമണികൾ. ഇനി ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് പൊളിച്ചോണ്ട് വരാം. നമുക്കിന്ന് ഒരു പുലാവ് തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി അരച്ചതും ഗാർലിക് പേസ്റ്റാണ്, ഒരു ചെറിയ തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്. പിന്നെ ഇത് നമ്മുടെ തൊമരപ്പയറാണ്, നമ്മുടെ വീട്ടിലുണ്ടായ തൊമരച്ചെടിയിലുണ്ടായ തൊമരപ്പയറാണിത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കും. നമുക്ക് ഈ തൊമരപ്പയർ കൊണ്ടാണ് ഇന്നത്തെ പുലാവ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയും, റൈസ് ബ്രാൻ ഓയിലാണ്, കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ചേർക്കാം. ഞാനിപ്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും പച്ചമണം ഒക്കെ അങ്ങ് മാറി. ഇനി നമുക്ക് ഈ പച്ചക്കറി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക, ഉരുളക്കിഴങ്ങ്, തൊമരപ്പയർ, ക്യാരറ്റ്, ബീൻസ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എൻ്റെ ക്യാപ്സിക്കം ഇല്ല, അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ഇട്ടില്ല. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. സ്വല്പം മുളക് പൊടി, വളരെ കുറച്ച്, ഈ സ്പൂണിന് ഒരു പകുതി സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിക്കേണ്ട. തക്കാളിയുടെ വെള്ളത്തിലും ബാക്കിയുള്ള പച്ചക്കറിയുടെ വെള്ളത്തിലും ഈ ഇത് വെന്ത് വരും. അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ വേവാനായിട്ട് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ എല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിലത്തേത് മേളിലും മേളത്തേത് അടിയിലും ആക്കി ഒരുപോലെ വെന്ത് കിട്ടുന്നതിന് നമുക്ക് അടച്ചു കൊടുക്കാം.
വീണ്ടും നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിന് ഒരു 2-3 മിനിറ്റ് നേരത്തെ കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് വെന്തോന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉരുളൻകിഴങ്ങാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത് ഇതിനകത്ത്. ഉരുളൻകിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഉരുളൻകിഴങ്ങ് വെന്തു. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അത് മതി. അതില്ലെങ്കിൽ പാവ് ഭാജി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ചണ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഏതാണോ നമുക്ക് ഫ്ലേവർ നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഞാൻ ഇച്ചിരി ഗരം മസാലയാണ് ചേർക്കുന്നത്. ആച്ചിയുടെ ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇതിലോട്ടിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നതിന്. എന്നിട്ട് നമുക്ക് മല്ലിയില ചേർത്ത് വാങ്ങി എടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഒരു ശകല ഉപ്പും കൂടെ വേണം. നമുക്ക് ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മല്ലിയില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. ഇപ്പം ഏകദേശം 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ഇളക്കി മല്ലിയില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പ് സ്വല്പം കുറവുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് ഈ പുലാവിൻ്റെ കൂട്ടത്തിൽ മട്ടൻ കാന്താരിയും സലാഡുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് വിളമ്പാം. എന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ തയ്യാറാക്കിയ പുലാവ് വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മട്ടൻ കാന്താരി, ഇത് സലാഡ്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇച്ചിരി നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. നാരങ്ങ അച്ചാറോടുണ്ടെങ്കിൽ എന്തുവാ ഒരു നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. തുമരപ്പയർ കിട്ടാൻ സാധ്യതയുള്ള ഒരു തുമരപ്പയർ വെച്ച് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഗ്രീൻ പീസ് വെച്ചാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഗ്രീൻ പീസ് വെച്ചാണല്ലോ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് തുമരപ്പയർ വെച്ചിട്ടും നമ്മൾ പുലാവ് തയ്യാറാക്കിയാൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം.